ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. $500 കോടിയോളം രൂപ നിർമ്മാണ ചിലവിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. 46 ഏക്കർ സ്ഥലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളിലൊന്നായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണം ഡൽഹി മെട്രോ റെയിൽ അടക്കം വമ്പൻ പദ്ധതികൾ പൂർത്തീകരിച്ച ചരിത്രമുള്ള YFC കമ്പനിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് നിർമ്മിക്കുന്നത്. കേരളത്തിലെ മറ്റു നഗരങ്ങളിൽ 10-15 ഏക്കർ സ്ഥലത്ത് നവീകരണം നടക്കുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 46 ഏക്കറിലധികം സ്ഥലത്താണ് വികസനം നടത്തുന്നത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 46 ഏക്കറിൽ പരന്നുകിടക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. പദ്ധതിയുടെ ഭാഗമായി വരുന്ന ചില പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ വികസനമാണ് കോഴിക്കോട് വരുന്നത്. 46 ഏക്കർ സ്ഥലമാണ് ഉപയോഗിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് 5 ഏക്കറിൽ 10 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള IT സ്പേസ്, 6 പ്ലാറ്റ്ഫോമുകൾക്കും 9 ട്രാക്കുകൾക്കും ഉള്ള സൗകര്യം, 20 ലിഫ്റ്റുകൾ, 24 എക്സലേറ്ററുകൾ, 12 മീറ്റർ വീതിയുള്ള ഫുട് ഓവർ ബ്രിഡ്ജ്, 2 പ്രവേശന കവാടങ്ങൾ, ഒരേ സമയം 1100 കാറുകൾക്കും 2500 ഇരുചക്ര വാഹനങ്ങൾക്കും ബസ്സുകൾക്കുമുള്ള പാർക്കിംഗ് സൗകര്യം കിഴക്കുഭാഗത്തും പടിഞ്ഞാറുഭാഗത്തുമായി ഉണ്ടാകും. 48 മീറ്റർ വീതിയുള്ള പാതയാണ് സ്റ്റേഷൻ വളപ്പിലെ മറ്റൊരു പ്രത്യേകത. നിലവിലെ 5 മീറ്റർ വീതിയിലുള്ള 2 ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം 12 മീറ്റർ വീതിയിലുള്ള 2 പുതിയ ഫുട് ഓവർ ബ്രിഡ്ജുകൾ സ്ഥാപിക്കും. ഈസ്റ്റ് ടെർമിനലിനെയും വെസ്റ്റ് ടെർമിനലിനെയും ബന്ധിപ്പിച്ച് മധ്യത്തിൽ 48 മീറ്റർ വീതിയിലുള്ള കോൺകോഴ്സിൽ ബിസിനസ് ലോഞ്ച് അടക്കമുള്ള സജ്ജീകരണം. പാർക്കിങ്ങുകളിലേക്ക് ഫുട് ഓവർ ബ്രിഡ്ജുകളിൽ നിന്നും കോൺകോഴ്സിൽ നിന്നും സ്കൈവാക്ക് സൗകര്യം. നിലവിലെ മുഴുവൻ റെയിൽവേ ക്വാർട്ടേഴ്സുകളും പൊളിച്ചു നീക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 ടവറുകളിലായി ബഹുനിലകളിലുള്ള പുതിയ ക്വാർട്ടേഴ്സ്. പടിഞ്ഞാറ് ഭാഗത്തു മാത്രം 4.2 ഏക്കറിൽ വാണിജ്യ കേന്ദ്രം, എൻട്രി, എക്സിറ്റ് എന്നിവയ്ക്ക് പ്രത്യേക കവാടങ്ങൾ, മൾട്ടിപ്ലക്സ്, ഓഫീസ് സ്പേസ്, ഇന്റർനാഷണൽ, നാഷണൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, സ്റ്റാർ ഹോട്ടൽസ് ഒക്കെയായി വാണിജ്യ കേന്ദ്രങ്ങൾ. ഫ്രാൻസിസ് റോഡിൽ നിന്നും നിലവിലെ 4ാമത്തെ പ്ലാറ്റ്ഫോം ഭാഗത്തേക്ക് 4 വരി പാത, RMS കേന്ദ്രം, പാഴ്സൽ കയറ്റാനും ഇറക്കാനുമുള്ള പ്രത്യേക കേന്ദ്രം, ഗ്രൗണ്ട് പാർക്കിംഗ്, നിർദ്ദിഷ്ട മെട്രോ സ്റ്റേഷനെയും കേരയിൽ സ്റ്റേഷനെയും റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് ടെർമിനൽ പണിയാനുള്ള കേന്ദ്രം എന്നിവയും പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴിക്കോട് മാത്രമാണ് 48 മീറ്റർ വീതിയിൽ കോൺകോഴ്സ് വരുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ വിമാനത്താവള നിലവാരത്തിലേക്ക് പുതുക്കി പണിയുമ്പോൾ ഏറ്റവും ആകർഷകമാവുക എയർ കോൺകോഴ്സ് എന്ന ഇടനാഴിയാകും. പ്ലാറ്റ്ഫോമിൽ നിന്ന് 8 മീറ്റർ ഉയരത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രവേശന കവാടങ്ങളെ ബന്ധിപ്പിച്ചു നിർമ്മിക്കുന്ന ഈ മേൽപ്പാലത്തിന് 48 മീറ്റർ വീതിയും 110 മീറ്റർ നീളവുമായിരിക്കും ഉണ്ടാവുക. യാത്രക്കാർക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇറങ്ങാൻ വഴിയൊരുക്കുന്നതിനു പുറമെ ഈ വഴിയിൽ കഫ്റ്റീരിയകളും മറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സുകളും ATM എല്ലാം തന്നെ ഉണ്ടാകും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാത്തവർക്കും ഇതുവഴി യാത്ര ചെയ്യാം. കോൺകോഴ്സിനു മുകളിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ടിക്കറ്റ് എടുക്കാത്തവർക്കും സാധിക്കും. ഇതോടൊപ്പം വെസ്റ്റിയിൽ വന്ദേ ഭാരത്, വന്ദേ സ്ലീപ്പർ, വന്ദേ മെട്രോ എന്നിവയ്ക്ക് ആവശ്യമായ പിറ്റ് ലൈൻ സ്ഥാപിക്കുകയും കോഴിക്കോട് നോർത്ത് സ്റ്റേഷനായി വികസിപ്പിക്കുകയും ഫറോക്ക് സ്റ്റേഷനെ കോഴിക്കോട് എയർപോർട്ട് സ്റ്റേഷനായി മാറ്റുകയും ചെയ്താൽ കോഴിക്കോട് നിന്നും ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാനും കോഴിക്കോടിന് സമഗ്ര വികസനത്തിനും അത് കാരണമാകും. ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.